സൂപ്പർ എൽനിനോ വരുമെന്നുള്ളതാണ് പുതിയ വാർത്ത. ഈ ആ. എൽനിനോ വരുമോ ഇല്ലയോ എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. കാരണം ഓരോ മഴ പെയ്ത്തും എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിലേക്കാണ് നമ്മുടെ ആശങ്ക മുഴുവനും നീണ്ടു പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ പലപ്പോഴായിട്ട് പ്രളയവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ആഹ് പലരും ഇതിനിടയിൽ വന്നിട്ട് ഈ സമയത്ത് തന്നെ പറയുന്നുണ്ട്, മുല്ലപ്പെരിയാറോ അത് തകരമൊന്നുമില്ല. അതിങ്ങനെ ചിലരുടെ ഒരു പറച്ചിൽ മാത്രമാണ്. കാരണം അതിന് വേണ്ടുന്ന മികവുകളും അതിന്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ നടത്തുന്നുണ്ട് എന്നാണ് പറയാറുള്ളത്. സത്യത്തിൽ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം അത് തകരും എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? ആ ചിന്തകളുടെ കാലം കഴിഞ്ഞു. തകരുമോ ഇല്ലയോ, റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ ഉം, എന്നുള്ള ചിന്തകളുടെ കാലം കഴിഞ്ഞു. കാലം കഴിഞ്ഞത് മനസ്സിലായിട്ടില്ല ആളുകൾക്ക്. അതാണ് പ്രശ്നം. ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 130 വർഷത്തെ പഴക്കം, ഉം, പിന്നെ ഭൂകമ്പ സാധ്യത. ഇവിടെ 240 ചെറു ഭൂകമ്പങ്ങൾ ഉണ്ടായതിന്റെ ലിസ്റ്റ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഡാം നിലനിർത്തുന്നത്? കോടതി തന്നെ ചോദിച്ച് ഉം, ഈ 130 വർഷം പഴക്കമുള്ള ഡാം നിലനിർത്തുന്നത് എന്തിനാണ്? അത് ഡീകമ്മീഷൻ ചെയ്യാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ തമിഴ്നാട് പറയണം. ഉം. എന്തുകൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യേണ്ട, എന്തുകൊണ്ട് ഇത് പൊളിച്ചു കളയണ്ട എന്നുള്ളത് റെസ്പെക്റ്റീവ് ഗവൺമെന്റ്സ് പറയണം എന്ന് കോടതി പറഞ്ഞ്. ഇനിയിപ്പോൾ പഴയ കാലത്തേക്ക് നമ്മൾ പോകണം. പഴയ കാലത്തേക്കൊന്ന് ചെറുതായിട്ട് പോയാൽ തന്നെ 2017 ഞാൻ കൊടുത്ത കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, വൈ നോട്ട് എ ന്യൂ ഡാം? നിങ്ങൾ ഈ പഴയ ഡാം മാറ്റി പുതിയതൊരെണ്ണം നിങ്ങൾക്ക് പണിതുകൂടെ? അങ്ങനെയല്ലേ, എല്ലാം പഴയത് മാറ്റി പുതിയതാക്കല്ലേ? ഉം. ഇതിനി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കണം. ഇത് പഴയതായി, ഇത് മാറ്റ്, വേറൊരെണ്ണം പണി. ടെക്നോളജിയൊക്കെ ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഇന്ന് ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ ഡാമിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നിരിക്കെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇതാണ് 2017 എൻ്റെ കേസിൽ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ ദീപക് മിശ്ര ചോദിച്ചത്, വൈ നോട്ട് എ ന്യൂ ഡാം? പിന്നെ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ മൊത്തം ജനങ്ങളോടാണ്. നിങ്ങൾ ഈ ഡാമിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ? നമ്മൾ കേരളത്തിലെ ജനങ്ങളോടാ ചോദിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചത്, ജസ്റ്റിസ് ദീപക് മിശ്ര 2017 ഞാൻ കൊടുത്ത കേസിൽ ചോദിച്ചതാണ്, കേരളത്തിലെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണോ? ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. മൂന്നാമത്തെ ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചത് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ദേവഗൌഡജിയും ചോദിച്ചതാണ്. നിങ്ങൾ എന്തുകൊണ്ട് സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല? കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല? കേരളത്തിലെ സർക്കാരുകൾ എന്തുകൊണ്ട് സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല? തമിഴ്നാട് സർക്കാർ എന്തുകൊണ്ട് സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല? ഈ ഡാമും പണിതു വെച്ച്, പഴയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഡാമും പണിതു വെച്ച് കേരളത്തിലെ 4 കോടി ജനങ്ങൾക്കും ഇവിടെയുള്ള ഫാക്ടറികൾക്കും, കെമിക്കൽ ഫാക്ടറികൾ അടക്കമുള്ള ഫാക്ടറികൾക്കും നാശം ഉണ്ടാക്കാനാണോ തമിഴ്നാട് ഇരിക്കുന്നത്? അവരോടും ആ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ സന്ദർഭത്തിനൊത്ത് ഉയരാത്ത എന്താണ്? നിങ്ങൾ ഈ ഡാം മാറ്റിക്കളയാത്ത എന്താണ്? ഇത് കേന്ദ്ര ഗവൺമെന്റിനോടും കൂടി ചോദിച്ചത്. എൻ്റെ കേസിലാണ് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ കക്ഷിയായിട്ട് വരുന്നത്. കേരളം വർഷങ്ങളോളം കേസ് നടത്തിയാൽ ഒരു വട്ടം പോലും കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കണമെന്ന് കേരളം പറഞ്ഞിട്ടില്ല. അത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. എന്തുകൊണ്ട് നാളിതുവരെ കേരളം നടത്തിയ കേസിൽ കേന്ദ്ര സർക്കാരിന് കക്ഷിയാക്കിയില്ല? ഞാനാ കക്ഷിയാക്കിയത്. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒന്നാം എതിർ കക്ഷിയാക്കി. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഉണ്ട്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ ഒരു ചുമതലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രിയെ കക്ഷിയാക്കിയത്. അപ്പൊ ഇനി പഴയ കാര്യങ്ങളിലേക്കൊന്നും പോയി നടക്കേണ്ട കാര്യമൊന്നുമില്ല. സാർ, ഇത് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് തന്നെ വർഷങ്ങളായല്ലോ. ഈ വർഷങ്ങൾ ഏതാണ്ട് എത്ര വർഷമായിട്ടുണ്ടാവും സാർ ഇതിന്റെ? 12 വർഷം. 12 വർഷം. ഈ 12 വർഷമായിട്ടും ഒരേ കാര്യമാണ് പറയുന്നത്. അതായത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അത് മാറ്റി മറ്റൊരു ഡാം പണിയണം എന്നുള്ളതല്ലായിരുന്നു ആവശ്യം. അല്ലല്ല, ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കേസ് കൊടുത്തപ്പോൾ ഉള്ള ആവശ്യം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യത്തെ കേസിൽ പറഞ്ഞത്. ആ കാലഘട്ടം മാറി, നാട്ടിലെ ക്ലൈമറ്റ് മാറി. ഇവിടെ ക്ലൈമറ്റിക് ചേഞ്ചിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം. എൽനിനോ, ഇപ്പൊ നേരത്തെ പ്രജത പറഞ്ഞാൽ എൽനിനോയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.
മേഘസ്തംഭം പോലെ മഴ ഇങ്ങോട്ട് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അല്ല ഇതെല്ലാം പരിശോധിക്കണമെന്ന് പറയുന്നതിന്റെ പോലും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഡാം പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതല്ലേ? അതുകൊണ്ടല്ല, നാളിതുവരെയുള്ള പരിശോധനകളൊക്കെ ഫേക്കാണ്, മാനിപ്പുലേറ്റഡ് ആണ്, അൺസയന്റിഫിക് ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പൊ പറയുന്നില്ല, ഇപ്പൊ പരിശോധന വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി പരിശോധന വേണ്ട, കാരണം നമുക്ക് ഏതാണ്ടൊക്കെ സമയമായിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന് തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട്. ഈ ഡാമിന് ഒരു നിമിഷം പോലും അപ്പൊ അന്ന് എന്തുകൊണ്ടാണ് ആ പരിശോധനകളെല്ലാം ഫേക്ക് ആണെന്ന് തോന്നാനുള്ള കാരണം? അന്നല്ല തോന്നിയത്, ഇന്നാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞാണ് ഇനി നോ മോർ എക്സാമിനേഷൻസ്. മനസ്സിലായോ? ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നാളിതുവരെയുള്ള എക്സ്പേർട്സ് തമിഴ്നാടിന് വേണ്ടി എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. മനസ്സിലായോ? അല്ല, അവരൊരു തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ 12 വർഷമായി ഈ ഒരു ആവശ്യം പറയുന്നത്. അപ്പോ ഒരേ ആവശ്യമല്ല പ്രജിത. ആദ്യത്തെ ആവശ്യം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം എന്നുള്ളത്. ആ പരിശോധിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അതായത് എന്തും എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസും റിലയബിലിറ്റി സയന്റിസ്റ്റുകളുമാണ്. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് പല രാജ്യങ്ങളിൽ നിന്നും വാർപ്ലെയിൻസ് വാങ്ങുന്നുണ്ട്. അത് എത്ര നാൾ റിലയബിൾ ആണ് ഇന്ത്യൻ ആർമിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ. എല്ലാ യുദ്ധോപകരണങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേല് തന്നെ ഉണ്ടാവും ഇത്ര നാളത്തേക്ക് ഉള്ളൂന്നത്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വെക്കുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന കമ്പനി തന്നെ പറയും എത്ര നാൾ ഇത് റിലയബിൾ ആണെന്ന്. ആ സയൻസിന്റെ പേരാണ് റിലയബിലിറ്റി സയൻസ്. എന്തും എത്ര നാൾ റിലേ ചെയ്യാൻ പറ്റും എന്ന് പറയണ സയൻസാണ് റിലയബിലിറ്റി സയൻസ്. അപ്പൊ അതില് ഡാംസ് പെടും, കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് പെടും, നമ്മുടെ കയ്യിലിരിക്കണ മൊബൈൽ ഫോൺ വരെ പെടും. ഇതെല്ലാം എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ട ശാസ്ത്രശാഖയാണ് റിലയബിലിറ്റി സയൻസ്. അത്തരം ആളുകളെയാണ് റിലയബിലിറ്റി സയന്റിസ്റ്റ് എന്നും പറയണേ. അപ്പൊ ഈ ഡാം എന്ന് ഡീകമ്മീഷൻ ചെയ്യും, ഞാൻ അതാ കോടതി പറഞ്ഞത്, എന്ന് ഇത് ഡീകമ്മീഷൻ ചെയ്യും എന്ന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം കൊടുത്ത കേസിൽ. ഇപ്പൊ ആ കാലഘട്ടമൊക്കെ മാറി. അല്ല സാർ, അന്ന് ഡീകമ്മീഷൻ ചെയ്യണം ഈ ഡാം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? അതായത് ഇത് പോരാ, ഇതിന്റെ പരിമിതികളുണ്ട്, ഇത് പൊട്ടാറായിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. ഡീകമ്മീഷൻ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് എന്നത് ഡീകമ്മീഷൻ ചെയ്യും എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഇതൊരു കരാറ് പ്രകാരം 999 ഇയേഴ്സ് ഉണ്ട്. റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് 999 ഇയേഴ്സ് നിൽക്കും എന്ന് പറഞ്ഞാൽ ആർക്കാ പ്രശ്നം? പക്ഷെ റിലയബിലിറ്റി സയൻസിന്റെ അടിസ്ഥാനം തന്നെ ഡാമിന്റെ ലൈഫ് നിശ്ചയിച്ചിട്ടുണ്ട്, 40 ഇയേഴ്സ് മാക്സിമം. അപ്പൊ അവർക്ക് അവരുടെ സയൻസ് വിട്ടിട്ട് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായിരുന്നു ഞാൻ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ അത് ഡാം പരിശോധിക്കണമെന്ന് പറഞ്ഞത്. നമ്മളെപ്പോലെ ഈ പഴയ ഡാം വെച്ചുകൊണ്ട് നടക്കണ പുഴമാര് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാ? പൊട്ടൂല എന്നുള്ള ചർച്ച നടത്തുന്ന ആരെങ്കിലും ഉണ്ട്? എന്ത് പൊട്ടൂലെന്ന് ചർച്ച നടത്തേണ്ട ആവശ്യം എന്താണ്? 2025 അമേരിക്കയിലെ 100 ഡാംസ് ഡീകമ്മീഷൻ ചെയ്ത് അവിടെ ചർച്ച ഉണ്ടായില്ല. പൊട്ടൂലയോ എന്നുള്ള ചർച്ച അവിടെ ഇല്ല. നമ്മൾ വെറും വിഡ്ഢികളായതുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ മലയാളികളാണെന്ന് മലയാളികൾ തെളിയിക്കണതിന് ഞാൻ ഒരാൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാനും അതിൽ തന്നെ എണ്ണപ്പെടുന്ന ഒരാളല്ലേ. ആ വിഡ്ഢി കുശുമാണ്ടങ്ങളുടെ ലോകത്തല്ലേ ഞാനും ഇരിക്കുന്നത്. എന്നെ വേറിട്ട് കാണാൻ പറ്റുമോ? നീ മലയാളിയാണോ എന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം മനസ്സിലാവും. 130 വർഷം പഴക്കമുള്ള ഒരു ഡാമും തലയിൽ വെച്ചിരിക്കുന്ന വിഡ്ഢി കുശുമാണ്ടങ്ങളാണെന്ന് മനസ്സിലാവും. എനിക്ക് എക്സെപ്ഷൻ, ഞാനിത് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എക്സെപ്ഷൻ ഒന്നുമില്ല. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെയാണ്. ഒരു കാര്യം പ്രജിത മനസ്സിലാക്ക്, തമിഴ്നാട്ടിൽ തമിഴനേ ഉള്ളൂ. കേരളത്തില് മലയാളി അല്ല ഉള്ളത്. ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു തന്നെ ഒരു 100,000, ക്രിസ്ത്യാനി തന്നെ 100,000, മുസ്ലിങ്ങളിലും 100,000 ഇല്ലെങ്കിലും കുറെയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ. അല്ലാണ്ട് ഇവിടെ മലയാളി ഇല്ല. പക്ഷെ തമിഴ്നാട്ടില് തമിഴനേ ഉള്ളൂ. അവിടെ ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിമും ഇല്ല, ഹിന്ദു ഇല്ല. അതുകൊണ്ട് തമിഴൻ എന്ന് പറയുന്ന ഒരു ഐക്യം അവിടെ ഉണ്ട്. മനസ്സിലായ?
അതുകൊണ്ട് അവർക്ക് എന്തും സാധിക്കും. അവർ ഇന്ത്യ ഗവൺമെന്റിനെ വെല്ലുവിളിക്കും. ഹിന്ദി പ്രശ്നത്തില്, ജല്ലിക്കെട്ട് വിഷയത്തിൽ സുപ്രീം കോടതി അവർ വെല്ലുവിളിക്കും. രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കും. നീതി വ്യവസ്ഥയെ, നിയമവാഴ്ചയെ വെല്ലുവിളിക്കും. തമിഴനുടെ രക്തം മനസ്സിലായോ? ആ തമിഴ്നാടുടെ തമിഴനോട് എനിക്ക് പറയാൻ കിട്ടുന്നത്, അവരുടെ രക്തത്തോടാണ് ഒറ്റയ്ക്ക് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക്. എനിക്ക് നിർബന്ധമൊന്നുമില്ല ഈ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ കൂടണമെന്ന്. എന്തിനാ ഞാൻ നിർബന്ധിക്കണം? എൻ്റെ നിന്നാ നല്ലത്, എൻ്റെ കൂടെ വന്നാ നല്ലത്, അവർക്ക് നല്ലത്, അവരുടെ മക്കൾക്ക് നല്ലത്, ഈ നാടിന് നല്ലത്, ഭാഷയ്ക്ക് നല്ലത്, സംസ്കാരത്തിന് നല്ലത് ഒക്കെ നല്ലതാ. എൻ്റെ കൂടെ നിന്നാ. നിൽക്കുന്നില്ല, പ്രശ്നമില്ല. ഞാൻ ഈ ഫൈറ്റ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, ആരൊക്കെ എതിർത്താലും. ഇത്രത്തോളം ഒറ്റയ്ക്ക് നിന്ന് പോരാടണമെന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യമാണല്ലോ പറയേണ്ടി വരിക. ഒന്ന് സാർ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 12 വർഷമായിട്ട് ഫൈറ്റ് നടത്തുകയാണ്. ഈ ഫൈറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വിഭാഗം, അതായത് ഒരു പറ്റം ആളുകളാണ് ഓപ്പോസിറ്റ് നിന്നിട്ട് പറയുന്നത് ഈ ഡാമിന് യാതൊരു പ്രശ്നവുമില്ല, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയാൽ മതി ഇത് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇതിങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അത്രയും ഒരു ദൃഢനിശ്ചയം വരാനുള്ള ഒരു പ്രധാന കാരണം? ഒരു പറ്റ ആളുകളൊന്നും ഇല്ല പ്രജിത. കേരളത്തിലെ 4 കോടി ജനങ്ങളും എന്റെ ഭാഗത്താണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവര് എങ്ങനെ പ്രതിഷേധിക്കണം, എങ്ങനെ പ്രതിരോധിക്കണം എന്ന് അറിയില്ലാത്ത കാര്യമുള്ളൂ. പിന്നെ ധൈര്യമില്ലാത്ത കാര്യമുണ്ട്, പണമില്ലാത്ത കാര്യമുണ്ട്. ഇറങ്ങി പുറപ്പെടാൻ 4 കോടി ജനങ്ങളും എന്റെ ഭാഗത്താണ്. എതിരഭിപ്രായം പറയണത് തമിഴ്നാട്ടുകാർ വന്നയച്ചും മലയാളി ലേബലിൽ പറയുന്നതാണ്. അത് ഇതുവരെ പ്രജിതയ്ക്ക് മനസ്സിലായിട്ടില്ലേ? ഇത് തമിഴ്നാട് രക്താണ്. അവര് മലയാള പേരും എടുക്കും, ഭാഷയും എടുക്കും. പാലക്കാട്ട് എത്രമാത്രം തമിഴന്മാരുണ്ട്, തിരുവനന്തപുരത്ത് എത്രമാത്രം തമിഴന്മാരുണ്ട്, ഇടുക്കിയില് എത്രമാത്രം തമിഴന്മാരുണ്ട്, എറണാകുളത്ത് എത്രമാത്രം തമിഴന്മാരുണ്ട്. ഇവരാണ് വന്നിട്ട് എന്നെ ഒപ്പോസ് ചെയ്യണത് മലയാളം ലേബലില്. അത് ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങളും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ഈ തമിഴന്മാരെ പോലെ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയോ കഴിവോ ഒന്നും ഇല്ലാത്തതാണ് പ്രശ്നം.